നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജൂൺ മാസം 19-ാം തീയതി വ്യാഴാഴ്ച ദിവസം നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ വോട്ട് ഏത് സ്ഥാനാർത്ഥിക്കാണ് ലഭിക്കുക, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും ജയിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പ്രവചിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവചിച്ചു പറയുവാൻ വേണ്ടി, ഒരു ജാതകൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ജനനത്തീയതിയും ജനിച്ച സമയവും ആവശ്യമാണ്. എന്നാൽ എനിക്ക് ജനനത്തീയതി മാത്രമേ ഗൂഗിളിൽ നിന്നും ലഭിച്ചിട്ടുള്ളൂ, ജനിച്ച സമയം ലഭിച്ചിട്ടില്ല. അപ്പോൾ ആയതിനാൽ ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരമാണ് ഞാൻ കാര്യം പറയുന്നത്. അത് പ്രിയപ്പെട്ടതൊന്നും മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 1979 മെയ് മാസം 27-ാം തീയതി ഞായറാഴ്ച ദിവസമാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ജനിച്ചത്. 1979 മെയ് മാസം 27-ാം തീയതി ഞായറാഴ്ച ദിവസമാണെന്ന് ഗൂഗിൾ പറയുന്നു. അപ്രകാരം ഞാൻ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് സ്വരാജ് ജനിച്ചത്. മകര നക്ഷത്രത്തിലാണ്. മകര നക്ഷത്രം 2 കൂറിൽപ്പെടും. ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമായിട്ടാണ്. സമയം അറിയാത്തത് കൊണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അദ്ദേഹം ജനിച്ച സമയത്ത് 11-ലായിരുന്നു ചൊവ്വ. അപ്പോൾ 11-ൽ ചൊവ്വ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രാഷ്ട്രീയത്തിൽ കൂടി ശോഭിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം മിഥുനക്കുറിൽപ്പെട്ട മകര നക്ഷത്രമാണെന്ന് ഞാനങ്ങ് അനുമാനിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ജനിച്ച സമയത്ത് 2-ൽ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വത്തുവകകൾ, വീട്, വസ്തു, വാഹനം, ഭൂമി, ഭൂസ്വത്തുക്കളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അധികാരമുള്ള പദവിയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം നക്ഷത്ര ജാതകനാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടൊരു നേട്ടമുണ്ട്. ചൊവ്വ 11-ലാണ് നിന്നത്, 2-ൽ വ്യാഴവും നിന്നു. എന്നാൽ ഈ ചന്ദ്രൻ ബലമില്ലാത്ത ഒരു ചന്ദ്രനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതലൊന്നും തിളങ്ങുവാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി നമുക്ക് PV അൻവറിൻ്റെ കാര്യമെടുക്കാം. PV അൻവർ 1967 മെയ് മാസം 26-ാം തീയതി ജനിച്ചു. മൂലം നക്ഷത്രമാകാം, പൂരാട നക്ഷത്രമാകാം. മൂലം നക്ഷത്രം അന്ന് 11 ആഴുകയുള്ളൂ. അപ്പോൾ മൂലം പൂരാടം എന്തായാലും ധനുക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് കണ്ടകശനിയാണ്, 4 ശനിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ അങ്ങ് ഒഴിവാക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാണ്. ആര്യാടൻ ഷൗക്കത്ത് 1966 ഏപ്രിൽ മാസം 3-നാണ് ഞായറാഴ്ച ദിവസം പൂര നക്ഷത്രത്തിലാണ് ജനിച്ചത്. ഈ ആര്യാടൻ ഷൗക്കത്ത് ജനിച്ച സമയത്ത് 11-ൽ വ്യാഴം നിൽക്കുന്നു, അഷ്ടമത്തിലാണ് ചൊവ്വ നിന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് 11-ൽ വ്യാഴമാണ് നിൽക്കുന്നത്. 11-ൽ വ്യാഴം, അതായത് സ്വരാജിന് 11-ൽ രാഷ്ട്രീയമാണ് നിൽക്കുന്നതെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന് 11-ൽ അധികാരമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയത്തിൽ കൂടി ഒരവസരം കിട്ടിയാൽ അധികാരസ്ഥാനത്ത് എത്തിച്ചേരും. ഒരു അധികാരിയായി, ഒരു സമിതിയുടെ അധ്യക്ഷനായിട്ടൊക്കെ മാറുവാൻ സാധ്യതയുണ്ട് ആര്യാടൻ ഷൗക്കത്തിന്. എന്നാൽ സ്വരാജിന് രാഷ്ട്രീയത്തിൽ കൂടി പ്രവർത്തിച്ച് അതിൽ കൂടി ശോഭിക്കുവാൻ കഴിയും. പക്ഷേ ഉന്നതമായ അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ഗ്രഹനിലയില്ല. എന്നാൽ ധനം സമ്പാദിക്കുവാനും സ്വത്ത് സമ്പാദിക്കുവാനുമുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള കൂടുതൽ യോഗ്യത സ്വരാജിനേക്കാളും കൂടുതൽ ആര്യാടൻ ഷൗക്കത്തിനാണ്. ഗ്രഹനില വെച്ച് അങ്ങനെയാണ് മനസ്സിലാക്കുന്ന കാര്യം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഇലക്ഷൻ നടക്കുന്ന ദിവസത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ജൂൺ 19-ന് ഈ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയം അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിലെ നക്ഷത്രമാണ്. ചൊവ്വ ചിങ്ങൻ രാശി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോട് ചേർന്നാണ് രാഷ്ട്രീയം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് രാഷ്ട്രീയം കൊണ്ടുള്ള കൂടുതൽ നേട്ടം. എന്നാൽ ഈ സ്വരാജിനെ സംബന്ധിച്ച് അന്നത്തെ ദിവസം
രാഷ്ട്രീയം 3-ാം ഭാവത്തിൽ, അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 3-ാം ഭാവത്തിലാണ്. സഹപ്രവർത്തകരുടെ കൂടെയാണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു രാഷ്ട്രീയമാണ്. സഹപ്രവർത്തകരുടെ, സുഹൃത്തുക്കളുടെ, സഹപ്രവർത്തകരുടെ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തകരുടെയൊക്കെ ഭാഗത്താണ് ഈ രാഷ്ട്രീയം നിൽക്കുന്നത്. അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുമല്ലോ ഇവിടെ ആരാണ് ജയിക്കുവാൻ സാധ്യതയുള്ളതെന്ന്. അന്നത്തെ ദിവസം ഈ എം സ്വരാജിനെ സംബന്ധിച്ച് എം സ്വരാജിൻ്റെ നക്ഷത്രം മിഥുനക്കുറിൽപ്പെട്ട മകീര നക്ഷത്രമാണ്. 3-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വയെ വെച്ചാണ് രാഷ്ട്രീയം പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ കാരകഗ്രഹം ചൊവ്വയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള കാരകഗ്രഹം വ്യാഴമാണ്. പണ്ടത്തെ ജ്യോതിഷാചാര്യന്മാരൊക്കെ രാജാവെന്നാണ് ഈ വ്യാഴത്തെ എഴുതി വെച്ചിരുന്നത്. ഇപ്പോൾ രാജാവില്ലല്ലോ, അതിന് പകരം ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലാണ് ഈ രാജാവ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് നിൽക്കുന്ന ലാഭഭാവത്തിലാണ്. എന്നാൽ എം സ്വരാജിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. കാരണം മിഥുനൻ രാശിയിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഗവൺമെൻറ് നിൽക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ 11-ാം ഭാവം ലാഭഭാവമാണ്. ലാഭഭാവത്തിൽ നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിലാണ്. ആര്യാടൻ ഷൗക്കത്തിനാണ് ലാഭഭാവത്തിൽ ഗവൺമെൻറ് നിൽക്കുന്നത്. രാഷ്ട്രീയം അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുവാൻ സാധ്യതയുള്ളത് ആര്യാടൻ ഷൗക്കത്തിനാണ്. ആര്യാടൻ ഷൗക്കത്താണ് ജയിച്ചു വരാൻ സാധ്യത. നേരത്തെ ചാണ്ടിയുമ്മൻ ജയിക്കുമെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ചാണ്ടിയുമ്മനാണ് ജയിച്ചത്. അന്ന് കമൻ്റായിട്ട് വന്നത് എത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെയാണ് കമൻറ്റ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും കമൻറ്റ് ഇടരുത്. അപ്പോൾ ഇത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ സഹകരിക്കുക. നന്ദി, നമസ്കാരം.